ഇത്തവണത്തേക്ക് മേനോൻ സാർ ഒന്ന് ഒതുക്കി തരണം. വിദേശ മദ്യത്തിന്റെ ലേലം വരുന്ന വെള്ളിയാഴ്ചയാ. ഒരു ഉപകാരം ചെയ്യണം. ദയവ് ചെയ്ത് മേനോൻ സാറ് ആ ലേലസ്ഥലത്തേക്ക് വരരുതേ. വെറുതെ വീട്ടിൽ നിന്നും മടുത്ത പൈലിപ്പിള്ളേ. അതിന് വേറെ എന്തെല്ലാം വഴികൾ കിടക്കുന്നു. മദ്യ ബിസിനസിന് ഇപ്പം പഴയ പോലുള്ള കോളൊന്നുമില്ല. കള്ള് ഷാപ്പിന്റെയും ചാരായ ഷാപ്പിന്റെയും തുക ബാണം പോലല്ലേ കയറുന്നത്. ഇതും അതുപോലെ കയറും. ആര് പിടിച്ചാലും കൈകൊള്ളും. പിന്നെന്തിനാ പൈലിപ്പിള്ള ഇത്ര ശുപാർശ ചെയ്യുന്നത്? അതിനൊരു കാര്യമുണ്ട്. അപ്പൻ അപ്പാപ്പന്മാരുടെ കാലം തൊട്ടേ ഞങ്ങൾ ഷാപ്പുകാരാ. ഇത് ഞങ്ങളുടെ കൊലത്തൊഴിലാ. കുലത്തൊഴിലോ കൊലത്തൊഴിലോ? പത്രം വായിക്കുന്നില്ലേ? ഇപ്പൊ അതൊരു കൊലത്തൊഴിൽ തന്നെയാ. എന്തായാലും ഇത്രയും കാലം പൈലിപ്പിള്ള നടത്തിയില്ലേ, ഇത്തവണ ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. ഇതാ. എന്താ ഇത്? തികച്ചുകൊണ്ട് 1,00,000. മനസ്സിലായില്ല, എന്തിനാ ഇത്? ബാക്കി 4 പേരാണ് വലിയ വാശിക്കാർ. 4 ഞാൻ ഒതുക്കി. 4 1 5. 5 ലക്ഷം അല്ലേ പോവൂ. സാരല്ല. ഈ 5 ലക്ഷമൊക്കെ ഇത്രയ്ക്ക് നിസ്സാരമാണോ? മദ്യ ബിസിനസ്സിൽ ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ല മേനോൻ. അടുത്ത തവണ പിടിച്ചോ, അപ്പോഴറിയാം. ഈ 5 ലക്ഷം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? 5 ലക്ഷമോ ബാക്കി ലക്ഷങ്ങളോ? എക്സൈസ്, പോലീസ്, പാർട്ടിക്കാര്, ഗുണ്ടകള് എല്ലാം കൂടി ഒരു പരുവാവും മിസ്റ്റർ മേനോൻ. ഇത്രയും ലാഭമുള്ള ബിസിനസ് ആണോ ഇത്? 17 രൂപയുടെ സാധനല്ലേ 70 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇത് പൈലിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടതുപോലെ ഒക്കെ ചെയ്യാം. എന്താ മോളെ താമസിച്ചത്? വഴിയിൽ ചെത്തുപാർട്ടിയുടെ ശല്യം. ചെത്തുകാരെന്തിനാ മോളെ പറഞ്ഞത്? അതെ പൈലി, തെങ്ങ് ചെത്തുകാരല്ല, ഇപ്പോഴത്തെ ചില പൂവാലന്മാരെ അങ്ങനാ വിളിക്കുന്നത്. എന്റെ കുഞ്ഞുമോനിലായിരുന്നല്ലോ അയാൾ വന്നാ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ വരട്ടെ. കേട്ടോ മിസ് മേനോൻ, എന്റെ മോനായതുകൊണ്ട് പറയല്ല. ഈ പ്രായത്തിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള കുട്ടനെ കാണാൻ പ്രയാസ. കള്ളുകൂടിയില്ല, കഞ്ചാവ് വരിയില്ല. അല്ലേ, അവൻ ആരുടെ മോനായേ? ചായ കുടി. മോളെ ലക്ഷ്മി, നീ ഇത്ര നേരത്തെ കളിക്കാൻ പോകുന്ന എന്തിനാ? പപ്പ, ഈ അമ്മയ്ക്ക് ഞാൻ കളിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല. ഭാരതി, കൊച്ചു പിള്ളേരായ കുറച്ച് എക്സസൈസ് ഒക്കെ വേണം. അവിടെ പോയി കളിക്കട്ടെ. പിന്നെ ഞങ്ങളൊക്കെ ഹോക്കിയും ക്രിക്കറ്റും കളിച്ചല്ലേ ആരോഗ്യം ഉണ്ടാക്കിയത്. അത് ശരിയാ മോളെ. ഇവളൊരു കമാൻഡറുടെ ഭാര്യയാണെങ്കിലും തനി നാടന, റിയൽ കൺട്രി കേസ്. മോളെ, വല്ല കണക്ഷനോ അഫക്ഷനോ മറ്റോ തുടങ്ങിയോ? എന്താ പപ്പ? ഇവിടെ എല്ലാം പട്ടാളമുറിയാ. പിള്ളേരോട് എന്ത് പറയുന്നതിന് ഒരു മറവുമില്ല. ഭാരതി, പിള്ളേര് പ്രായമായ പിന്നെ അവരോടൊന്നും ഒളിക്കരുത്. വെൽ, ദാറ്റ് ഈസ് മൈ പോളിസി. അയ്യോ, ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. പിന്നെ ഇവിടെ നേരത്തെ ഇറങ്ങുന്നത് ഡ്രൈവറെ മാറ്റിയിരുത്തി വണ്ടി ഓടിക്കാനാ. അത്രേ ഉള്ളോ? അതിന് നീ പപ്പായ വിളിക്കുന്ന എന്തിനാ? യു ഗോ അഹെഡ്. 18 വയസ്സ് കഴിയാതെ ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അത് ശരിയാ മോളെ. ഡ്രൈവർ വന്നിട്ട് പോയാ മതി. അല്ല, എന്താ ഇവിടെ നടക്കുന്നേ സംഭവം? ഇവിടെ നടക്കുന്നത് കഥകളി, ദുര്യോധനോദം. ടച്ച് ചെയ്താ വേറെ പ്രശ്നം ഉണ്ടാവും. പ്രശ്നോ? എന്താ പ്രശ്നം? തൊപ്പിയും പോവും, കുപ്പായം പോവും, എല്ലാം പോവും. എന്ന് ഞാൻ ടച്ച് ഞാൻ ചെയ്യും ഞാൻ ടച്ച്. എന്താ ഒരു മിനിറ്റ് കൂടെ വന്ന്. അതെ, ആ ജുബാ ഷർട്ടില്ലേ, അവൻ പൈലിപ്പിള്ളയുടെ മോനാ. എന്താ ടച്ച് ചെയ്യാത്തത്? ഇത് കാര്യം പറയായിരുന്നില്ലേ? അയ്യോ, എന്റെ പേര് കുഞ്ഞുമോനല്ലേ? അയ്യോ മോൻ പോ. നല്ല വെയിലാണ്. ഒരു ടാക്സി വിളിച്ചിട്ട് പോ കേട്ടോ. കാശില്ലല്ലേ? കാശില്ല. എന്റെ കയ്യിലെ കൊടുക്ക ടാക്സി കാശ് ഞാൻ തരാം കേട്ടോ. നേരത്തോട് പോ, ട്രാഫിക്കൊക്കെ സൂക്ഷിച്ചു പോ. നീ നിന്നെ എനിക്ക് നമുക്ക് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിനക്ക് നാളെ പോട്ടെ. അല്ല, നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? ലേലം കഴിഞ്ഞു, ഷാപ്പുകളും പോയി. ഞാനെന്താ ചെയ്യാ? ഇത് അയാൾ കരുതി കൂട്ടി ചെയ്തതാ.
ഇറങ്ങിക്കോ മോളെ. പതുക്കെ അടയ്ക്ക്. വാ. ഇതാര് മിസ്റ്റർ മേനോൻ? കുടുംബസമേതാണല്ലോ അവര്. നിങ്ങളാരെയും അങ്ങോട്ട് കാണാറില്ല, എന്നാ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് കരുതി. നമസ്കാരം. 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 ഷാപ്പുകളെല്ലാം ഞാൻ പിടിച്ചതില് പൈലിക്കനോട് വിഷമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അത്തരക്കാരനാണോ മിസ്റ്റർ മേനോൻ? അല്ലേലും ഇത് മതിയാക്കണമെന്ന് പറഞ്ഞിരുന്നതാ. ഞങ്ങൾക്കും ഇതേ അഭിപ്രായ. പറഞ്ഞിട്ട് കേക്കണ്ടേ? ഞാനൊരു ഷാപ്പ് കോൺട്രാക്ട് എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് കുറച്ചില്ല. എന്നിട്ടും ലേലത്തുക അങ്ങ് പരമാവധി കയറ്റിയില്ലേ? അത് പിന്നെ ഞങ്ങളുടെ പാരമ്പര്യ. ഈ ലേല സ്ഥലത്ത് വന്നാ വെളിച്ചപ്പാടിനെ പോലെയാ, പിന്നെ കണ്ണും ചൂടും കേൾക്കില്ല. അല്ല എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. വരൂ. വാ. പിന്നെ ഇത്തവണ കൈ പൊള്ളു മൊബൈലേ. എവിടെ? സാധനം സ്വന്തമായി ഉണ്ടാക്കി നല്ല ലേബിൾ ഒട്ടിച്ചാ മതി. അതിനൊന്നും ഞാനില്ല. വല്ല മദ്യദുരന്തം സംഭവിച്ചാൽ പിന്നെ കൊലക്കുറ്റത്തിന് ഉത്തരം പറയാൻ എനിക്ക് വയ്യ. അല്ല, കുഞ്ഞുമോൻ കോളേജിൽ പോയില്ലേ? കോളേജ് സ്ട്രൈക്കാ. പോയിരുന്ന് പഠിക്കടാ. പഠിത്തത്തിൽ അവൻ ബഹുമെടുക്കനാ. അതിരിക്കട്ടെ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, ഞാനത് ചോദിക്കാൻ മറന്നു. പൈലി കഴിഞ്ഞ വർഷം ഷാപ്പ് നടത്തിയിരുന്ന കെട്ടിടങ്ങളും സാധനങ്ങളും എല്ലാം വെറുതെ കിടക്കല്ലേ? അതൊക്കെ എനിക്കിനി എന്തിനാ? എന്നെ കൊണ്ട് കഴിയുന്ന ഏത് സഹായവും എപ്പോഴും ഉണ്ടാവും. മേനോച്ചാർ തുടങ്ങിയാട്ടെ, കൂടെ ഞാനുണ്ട്. അത് മതി. ലക്ഷ്മി, എന്താ? അല്ല മറ്റൊമാരുടെ ശല്യം വല്ലതും ഉണ്ടായെന്ന് ചോദിക്കാൻ നിർത്തിയ? ഇല്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറഞ്ഞോ. വണ്ടി വിടും. സ്റ്റേറ്റിൽ നിന്ന് കത്തുകളൊക്കെ വരാറുണ്ടോ? ഞാൻ കൂടെ കൂടെ വിളിക്കാറുണ്ട്. എന്നും ഇങ്ങനെ അന്യനാട്ടിൽ കിടന്ന് സമ്പാദിച്ചാൽ മതിയോ സൈമൺ സാറേ? എന്റെ കൂട്ടൊരു പോലീസ് ഓഫീസറെ അമേരിക്കയിലും വേണ്ട, അത്രയും ശമ്പളമുള്ള ഒരു ഡോക്ടറെ ഇവിടെയും വേണ്ട. ഞാൻ സൈമനെ വിളിപ്പിച്ചത് ഒരു അഡ്വൈസ് ചോദിക്കാനാണ്. എന്താണാവോ ഇത്ര വലിയ പ്രശ്നം? ലക്ഷ്മിക്ക് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. അവൾക്കത്ര പ്രായമൊന്നും ആയില്ലല്ലോ. സൈമൺ, നല്ല ആലോചനകൾ വരുമ്പോൾ അത് ശരിയാ, ഓരോന്നും അതാത് സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടും. ഹായ് കുഞ്ഞുമോനോ. ഹലോ. നീ ബൈക്ക് മാറ്റിയോടാ? ഇത് നമ്മുടെ ബാബു സാഹിബിന്റെ വണ്ടിയല്ലേ? പോലീസ് കമ്മീഷണർ മോനോ? അവൻ ആർക്കും കൊടുക്കുന്നല്ലോ. എന്നെ പേടിയാ. ആദ്യം തന്നില്ല, ഒന്ന് വരട്ടി ഒറ്റ ഇടി. എന്റെ പപ്പയിലിടാത്ത കൊണ്ടുവാ. വരൂ. ഇരിക്കൂ. പപ്പ, കുഞ്ഞുമോൻ എന്തോ പറയാനുണ്ടെന്ന്. എന്ത് പറ്റി പോനെ? അപ്പച്ചനും അമ്മച്ചിക്കും കൂടി ഒരു കല്യാണത്തിന് പോവാൻ ഏതെങ്കിലും ഒരു വണ്ടി വേണമെന്ന് പറയാനാ വന്നത്. അത് നിനക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോകരുതോ? പൈലി അങ്ങനെ ആരോടും ഒന്നും ചോദിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. എന്ത് പറ്റി? ടാക്സി പോയാൽ മതി എന്ന് അമ്മച്ചി പറഞ്ഞു, പക്ഷെ അപ്പച്ചി സമ്മതിക്കുന്നില്ല. ഷാപ്പ് പോയ ക്ഷീണം കൊണ്ടാണ് ടാക്സിയിൽ പോകുന്നതെന്ന് ആൾക്കാർ പറയുമോ എന്നുള്ള സംശയം പൈലിക്ക് അല്ലേ? ചുമ്മാ ഇരിക്കൂ. മോനെ സൂക്ഷിച്ചു പോണേ. പപ്പ, കുഞ്ഞുമോൻ ഓവർ സ്പീഡാ. എന്തായാലും ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ അവൻ എക്സ്പേർട്ടാ. കൂടിരിക്കുന്നത് അപ്പച്ചനും അമ്മച്ചിയാണെന്ന് ഓർത്തിരുന്നാ മതി. നീ എടുത്തോണ്ട് പോടാ മോനെ. താങ്ക് യു ഉണ്ട്. ഓക്കെ. ഏയ്